ആക്ച്വലി ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഐഡിയ, ഒരു ഷോർട്ട് ഫിലിം ഐഡിയ. അപ്പോൾ ആ ഐഡിയയിൽ, ആ കഥയിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അപ്പം പുള്ളി ഐഡിയ പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഹൗസ് ഫ്ലൈ ആയിരുന്നു. പിന്നെ നമ്മളതിനെ മാറ്റാൻ ആവശ്യം മറ്റൊരു, കാരണം എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ഡേർട്ടായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഈച്ച. ഒരു പക്ഷേ ഈച്ച മനുഷ്യനെ പോലെ തന്നെയാണ്. മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഈച്ച ഉറങ്ങും, മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ ഈച്ച ഉറങ്ങും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജനറ്റിക് ക്ലോക്ക് അങ്ങനെ തന്നെ. അപ്പം നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമുക്ക് എപ്പോഴും കാണാവുന്ന, വിസിബിളായിട്ട് കാണാവുന്ന, നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഇൻസ്ട്രക്റ്റിനെ നമ്മൾ എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ അതിന് റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അതുകൊണ്ട് ഈച്ചയിലേക്ക് ലാൻഡ് ചെയ്ത് കൊടുക്കും എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. കാരണം ആ ഒരു തലത്തിലേക്കല്ല അത് അതിൻ്റെ റിലേഷൻ. നമുക്ക് അങ്ങനെ തോന്നും, അതായത് കുറച്ചും കൂടെ ഡെപ്ത് ഫീൽ പോലെ തോന്നും. അത് ക്യാരക്ടറിന്റെ ഇമോഷൻസ് അങ്ങനെയാണ്. ആ ക്യാരക്ടേഴ്സ് രണ്ടുപേരും ബേസിക്കലി അങ്ങനെ തന്നെയുള്ള ആളുകളാണ്. അവർ ഭയങ്കര ഒരു പ്രണയമാണ്. നമുക്ക് തോന്നാം അങ്ങനെ ഒരു ലെയർ ഇല്ലേന്ന് തോന്നാം. പക്ഷെ അതൊരു സൗഹൃദത്തിലേക്ക് നമ്മൾ മാത്രം ആലോചിച്ചാൽ ആ ഒരു ലെയർ തന്നെയാണ് നിൽക്കുന്നത്. ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ട ഒരാളുടെ ഫീലിംഗ് മാത്രമേ ഉള്ളൂ ബോണിയിൽ കാണുന്നത്. അതുപോലെ തന്നെ തിരിച്ചുണ്ടാവും. കണ്ടിരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന കഥകളിൽ ഒരു ബോയ് മീറ്റ് എ ഗേൾ, ഗേൾ മീറ്റ് എ ബോയ് തുടങ്ങിയ കഥകളാണ് കാണുന്നത്. ഇതൊരു ബോയ് മീറ്റ് എ ഫ്ലൈ എന്ന് പറയുന്ന ഒരു പുതിയൊരു എലമെന്റ് ഉണ്ട്. അപ്പം അതെന്തായാലും ഒരു പുതിയതായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് കാണാം. ക്യാമറമാനിലേക്കുള്ള ഒരു ഡ്രൈവ് ഉണ്ടെന്ന് പലപ്പോഴും നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ വന്നപ്പോൾ അങ്ങനെ ആദ്യമായിട്ടൊരു ക്യാമറ ചെയ്തു. പിന്നെ റൈഫിൾ ക്ലബിൽ കൂടി രണ്ടാമതൊരു സിനിമയായിട്ടും അതെങ്കിലും ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാമറമാനായി മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതെ 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 അതെ. ഇത്ര നല്ല ക്രൂവിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പിന്നെ കുമ്പളങ്ങേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഹോം ചെയ്തു. ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്ത പടമാണ് ലവ്ലി. അപ്പോൾ ഈ ക്രൂവിൻ്റെ ഒപ്പം തന്നെ, മാത്യുവിൻ്റെ ഒപ്പം തന്നെ അഭിനയിക്കാൻ പറ്റി എനിക്ക് നല്ലൊരു കംഫോർട്ടായിരുന്നു. പിന്നെ ആഷിക്കേട്ടൻ ക്യാമറ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും ഉണ്ടായി, കൂളായിരുന്നു. അപ്പം ഞാനും സെയിം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കഥ എന്ന് പറഞ്ഞാൽ, ഞാൻ സെറ്റിൽ ഇങ്ങനെ എൻ്റെ റോളിനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അതായത് ഷൂട്ട് കഴിയാറായി, ഏറ്റവും ലാസ്റ്റത്തെ ഘട്ടം. അപ്പോൾ ഞാൻ ദിലീഷേട്ടനോട് ഇങ്ങനെ ഒരു കാറിൽ പോണ വഴി, ചേട്ടാ എൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു കുറെ അനാവശ്യ ചോദ്യം ചോദിക്കായിരുന്നു. അപ്പോൾ ദിലീഷേട്ടൻ പറഞ്ഞു, നിനക്ക് ആകെ 2 സീനുകൾ അഭിനയിച്ചിട്ട് പെട്ടെന്ന് പോടാണ് ചോദ്യം ചെയ്യും. അപ്പം ഭയങ്കര എൻജോയ് ചെയ്തൊരു ഷൂട്ടാണ്. അപ്പം ഭയങ്കര ഭാഗ്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അഭിനയിച്ച പടക്കളം പോലൊരു സിനിമയും തിയേറ്ററുകളിലുണ്ട്. അപ്പം അതേ സമയത്ത് മറ്റൊരു സിനിമയും കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആസ് എൻ ആക്ടർ. അപ്പം പ്രത്യേകിച്ച് ഒരു 3D സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിനി ഭാവിയിലേക്കൊക്കെ പറയാലോ നമ്മളൊരു 3D പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്രയും ഭയങ്കര സന്തോഷം തോന്നുന്നു. ഒരു ടെക്നിക്കലി ഇത്ര അഡ്വാൻസ് ആയിട്ടൊരു പടത്തിന്റെ ഭാഗമാവുകയും ബാക്കി നിങ്ങൾ പറയുന്നതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പടം, അല്ലെങ്കിൽ എങ്ങനെ വിഷ്വല് എങ്ങനെ തോന്നി, 3D എഫക്ട്സും സാധനങ്ങൾ എങ്ങനെ തോന്നി എന്നറിയാനും നമുക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ അതാണ്. ശിവാംഗി ആക്ച്വലി ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. നമ്മൾ തമിഴ് ചെയ്തിരുന്നു, തമിഴ് ഡബ് ചെയ്തിരുന്നു. ആ ഡബ് ചെയ്ത് ശിവാംഗിയായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ആ സൗണ്ടിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ, ഒരു എന്താ പറയുക, ഈച്ച പോലെ ഒരു ക്യാരക്ടറിന് ആ സൗണ്ട് സ്യൂട്ടബിളാണ്. അപ്പോൾ നമ്മൾ മലയാളം ട്രൈ ചെയ്ത് നന്നായി വർക്കാവുന്നുണ്ട്. അപ്പം അങ്ങനെ ശിവാംഗി ഇല്ലാതെ ഉണ്ടായിരുന്നു. ശിവാംഗി ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്, വളരെ സ്മാർട്ടുമാണ്. അപ്പോൾ എന്തായാലും ശിവാംഗി വന്നതിൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 3D ചിത്രത്തിന്റെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ചെറുപ്പം മുതൽ 3D സിനിമകൾ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു 3D സിനിമയുടെ ഭാഗമാകാൻ പറ്റും. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ദിലീഷേട്ടൻ നേരത്തെ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞ പോലെ ഇതിൽ 3D എന്നുള്ള പ്ലാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നതാണ്. അപ്പൊ അത് കുറച്ചും കൂടെ നമ്മള് എന്താ വ്യൂയിങ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ചുമ്മാ ഒരു 3D പടത്തിന് വേണ്ടി 3D ആക്കിയതല്ല. ഈച്ച എന്നുള്ള ഈച്ചയുടെ അനിമേറ്റഡ് പോർഷൻസും, അല്ലെങ്കിൽ ഈച്ച എന്നുള്ള ക്യാരക്ടർ കുറച്ചും കൂടെ പ്രേക്ഷകരിലേക്ക് എത്താനും അതൊന്ന് ഇമേഴ്സീവ് ആവാനുമാണ് നമ്മൾ 3D ആക്കിയത്. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പേടി ഉണ്ടായിരുന്നില്ല. അതെ അതെ, ഈ ഒരു സംസാരിക്കുന്ന ഒരു ഈച്ച എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടത്. പിന്നെ ഈ പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ടീമാണല്ലോ. ദിലീഷേട്ടൻ ഡയറക്ട് ചെയ്യുന്നു, ആഷികേട്ടൻ ക്യാമറ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു എന്താ, നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ പോകും ഈച്ച. പിന്നെ ഉണ്ണിച്ചേച്ചി എനിക്കിപ്പോഴും വോയിസ് ഉണ്ടായിരുന്നു.
ഇല്ലെങ്കിലും എനിക്ക് ചേച്ചി വോയിസ് തരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആസ് എ ടീം നമ്മളത് ഫിഗർ ഔട്ട് ചെയ്തു. നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈ ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും പടം മനസ്സിലായിട്ടോ. അപ്പൊ അത് കുറച്ച് ട്രിക്കി ആയിരുന്നു. പക്ഷെ ആസ് എ ടീം എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ്സ്. അതിനുശേഷം വരുന്ന കഥാപാത്രങ്ങളിലെ സിനിമകൾ അങ്ങനെ ചൂസ് ചെയ്യുന്നത് എത്രത്തോളം ഡെപ്തോടെ അങ്ങനെ ഒരു എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ക്യാരക്ടർ ഒരു തവണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എത്രത്തോളം കെയർഫുൾ ആണ്? അല്ല, എനിക്ക് എക്സൈറ്റിംഗ് ആകുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ്. അബൌട്ട് ദ സീൻ ആൻഡ് ദ ക്യാരക്ടർ അത്രേ നോക്കുന്നുള്ളൂ സത്യത്തിൽ. ഞാൻ ഭയങ്കര അനിമേഷൻ പടങ്ങൾ കാണുന്ന, എനിക്ക് അനിമേഷനോട് ഭയങ്കര ക്രേസ് ആണ് ആക്ച്വലി. അപ്പോ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അഭിനയിച്ച് നോക്കാൻ പറ്റി എന്നുള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആണ്. കുട്ടി സാറ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, അനീഷ് കുട്ടി സാർ. അപ്പൊ ദിലീപ് പറഞ്ഞിരുന്നത് ലവ്ലിയുടെ ഡാഡിയും മമ്മിയും ഞങ്ങളാണ് എന്നാണ്. സാറ് ഡാഡി, ഞാൻ മമ്മിയുമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു കുട്ടിയെ ലെക്ചർ ചെയ്ത് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതില് അങ്ങനെ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് എന്ന് നമുക്ക് ടോട്ടലി ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോ ആ സ്ഥിതിയില് ലവ്ലി എനിക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സിൽ ഭയങ്കര അധികം സപ്പോർട്ട് ഹെൽപ്ഫുൾ ആയി നിന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ സ്ക്രീനിലില്ല, എനിക്കറിയാം ഞാൻ സ്ക്രീനിൽ ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ ഷൂട്ടിൽ മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്തതും ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് ആ പ്രോസസ്സിന്. അപ്പൊ അത് ഭയങ്കര അടുത്ത് നിന്ന് കാണാൻ പറ്റി, കുട്ടി സാറിന്റെ കൂടെ തന്നെ അതിൽ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. സോ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ കാണുന്ന ഒരാളാണ്. ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുമായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ VCR അങ്ങനെ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ ഇപ്പോഴും കാണുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലവ്ലിയിലേക്ക് എന്നെ ഓഡിഷൻ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ദിലീഷ് ചേട്ടൻ ഇതിന് മുന്നേ ഉള്ള സമാർപട എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അന്ന് അതിന്റെ സ്റ്റോറി പറഞ്ഞപ്പോഴൊക്കെ. വർക്ക് ചെയ്യാനും അടിപൊളിയായിരുന്നു. ഐ മീൻ നമുക്ക് ഇങ്ങനെ മിലിന്താണ് കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പൊ നമ്മള് കുറച്ച് സീൻസ് ഒക്കെ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് നോക്കുമായിരുന്നു. കൂടെ അഭിനയിച്ച ആക്ടേഴ്സും എല്ലാവരും ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്നവരാ. അപ്പൊ നമുക്ക് ഒത്തിരി പോസിബിലിറ്റി ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ. അങ്ങനെ പിന്നെ ആഷികേട്ടനുണ്ട്, മാത്യു ഉണ്ട്, ടീമുണ്ട്, പിന്നെ നമ്മുടെ ജെൻസി ബോയ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തിയേറ്ററിൽ വന്നപ്പോഴും ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. അത് ഈ പറഞ്ഞ പോലെ നമ്മള് എല്ലാവരും ചേർന്ന് ആ ക്യാരക്ടറിന്റെ അടുത്തൊരു മീറ്റർ ചിലപ്പോ തെറ്റിപ്പോയതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് ഇപ്പൊ ആൾക്കാർ ഓവറെന്ന് പറയുന്നത് ഓവറായിട്ട് തന്നെയാണ്. പിന്നെ ആ ക്യാരക്ടർ ചില സ്ഥലത്തൊക്കെ അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ആൾക്കാർക്ക് അത് വർക്കായിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളത്. അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല, അത് നമ്മൾ ചെയ്തതിന്റെ പ്രശ്നമാണ്. അപ്പോ അത് കുറച്ചും കൂടെ ചിലപ്പോ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു. അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ്. അപ്പൊ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുറെ സമയം എടുത്തു. ഇത്രയധികം ഷോട്ടുകൾ എടുത്ത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നല്ല കാലഘട്ടം എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു 600-700 ദിവസങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട് ടോട്ടൽ പ്രോസസ്. ഷൂട്ട് ആക്ച്വലി 51 ദിവസം ഉണ്ടായിരുന്നു. ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ് ആയിരുന്നു വരുന്നത്. ബഡ്ജറ്റ് എന്താണ് നമ്മുടെ പ്രൊഡ്യൂസർ പുള്ളി പോയി. ബഡ്ജറ്റ് വിചാരിച്ചത്രയൊന്നും വന്നിട്ടില്ല. അത് ആക്ച്വലി ഡയറക്ടറിന്റെയും അനീഷിന്റെയും ഒക്കെ
എന്താ പറയണ്ടേ, അവരുടെ കഴിവാണ്. പറഞ്ഞ ബഡ്ജറ്റിനേക്കാളും മുകളിലൊന്നും പോയിട്ടില്ല. പിന്നെ 3D മാത്രമാണ് നമ്മൾ വിചാരിക്കാതെ വന്നത്. കാരണം മാത്യു പറഞ്ഞ പോലെ ഇതൊക്കെ ലേറ്റർ വന്നൊരു മോഡിഫിക്കേഷൻസ് ആണ്. ബഡ്ജറ്റ് എന്തായാലും കുഴപ്പമില്ല, വേർത്താണെന്ന് എനിക്ക് തോന്നിയത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആക്ച്വലി ഇതിനകത്ത് എന്ത് തന്നെ വന്നാലും അത് ഇവരുടെ വർക്കിനുള്ള വേർത്തായിട്ടുള്ള എഫക്റ്റ് അതിനകത്ത് കാണുന്നുണ്ട്. അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പൈസയിലല്ലല്ലോ കാര്യം. അവൻ മാത്യു ചെയ്ത എഫേർട്ട് നമ്മുടെ അടുത്തൊരു ഈച്ച അവിടെ പോകുന്നു ഇവിടെ പോകുന്നു പറഞ്ഞാൽ നമുക്ക് ആ എക്സ്പ്രഷൻ ഇടാൻ പറ്റുമോ? നമ്മൾ അവിടെ നോക്കി ഇവിടെ നോക്കി അവസാനം അത് കോങ്കണ്ണായി പോകും. മാത്യു വളരെ കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു, നല്ല രീതിയിൽ അത് ഡെലിവറി ചെയ്ത് പുറത്തു വന്നു. ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് എപ്പോഴാണ് ഡെലിവറി എന്നുള്ള വാക്കിന്റെ എന്തായാലും ഈ ഡോക്ടറുടെ ഈ ഡെലിവറി സക്സസ് ആയി നമുക്ക് വിശ്വസിക്കാം. സക്സസ് ആയി കുട്ടി നല്ല രീതിയിൽ വളരുമെന്നുള്ളത് ഇനി നാട്ടുകാരെ നോക്കണം. ഞാൻ ഗൈനക്കോളജിസ്റ്റിന് ഡെലിവറി ചെയ്ത് പുറത്തെടുക്കാനേ പറ്റുള്ളൂ. ഞാൻ ഡെലിവറി ചെയ്ത് നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടീനെ തന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ അതിനെ വളർത്തി വലുതാക്കണം. അങ്ങനെ വന്നാല് ഞങ്ങൾ ഇതിന്റെ രണ്ടാമത്തെ കുട്ടിയെ കുറിച്ച് കൂടി ആലോചിക്കാം. ഓക്കെ, ഡോക്ടർ എപ്പോഴും പറയുന്നത് ഞാൻ അവിടെ സർജറി ചെയ്യട്ടെ എന്നാലും ഇവിടെ ബാറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയേ. ഞാൻ അങ്ങനെയൊന്നും പറയല്ലേ. അവിടെ കണ്ണൂരിൽ പോകുമ്പോ നാട്ടുകാരെന്ന് പഞ്ഞിക്കിടത്ത് ഞാൻ മൊത്തം ബില്ല് കൂട്ടിയിടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കേട്ടോ. വളരെ തുച്ഛമായ രീതിയിൽ ഡെലിവറി നടത്തിക്കൊണ്ടിട്ടുണ്ട്. സാധാരണ ഗൈനക്കോളജിസ്റ്റ് ആണ് ഞാൻ. ഒരു മാർക്കറ്റിംഗ് ആയിക്കോട്ടെ. ഞാൻ ആഷിഖ് ഭായി എന്നോട് പറഞ്ഞേ ഒരു ദിവസം ഡോക്ടറെ ജയിലിന്റെ സീനും കൂടി അഭിനയിച്ചിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു ആഷിഖേട്ടാ ഇത് അഭിനയിക്കാൻ നിന്നാൽ നാളത്തെ ബാറ്റ് മുടങ്ങും. അയ്യോ വേണ്ട വേണ്ട, അത് നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാം, ഡോക്ടർ ധൈര്യമായിട്ട് പേര് ഡെലിവറി എടുക്കാം. എന്തായാലും എല്ലാ ടീമിനോടും എനിക്ക് വലിയ നന്ദിയുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഷൂട്ടിംഗ് സ്ഥലത്ത് എൻ്റെ ഷൂട്ട് ഡേയ്സിനല്ലാതെ ഞാൻ ഒരിക്കലും പോലും വന്നിട്ടില്ല, പ്രൊഡ്യൂസർ ആണെങ്കിൽ കൂടെ. പക്ഷെ വളരെ നല്ല രീതിയിൽ അനാവശ്യമായി ഒരു ചെലവുകളും നടത്താതെ നല്ല രീതിയിൽ അത് ദിലീഷ് ഭായ് എക്സിക്യൂട്ട് ചെയ്തു. കാരണം അങ്ങേര് ഇതിന്റെ പ്രൊഡക്ഷൻ പാർട്ടാണല്ലോ. അപ്പൊ ആ ഒരു വേദന പ്രൊഡ്യൂസർ അപ്പുറത്തുണ്ട്, ശരണ്യ ദിലീഷിന്റെ വൈഫ്. അപ്പം എല്ലാം നന്നായി വന്നു എന്ന് വിചാരിക്കുന്നു.